നിങ്ങൾ നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടെ കുറേ അധികം ക്രിസ്ത്യൻസ് ജീവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ലോകം ചർച്ച ചെയ്യാതെ പോകുന്നതായിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് നൈജീരിയയിലെ കൂട്ടക്കൊലയാണെന്ന് പറയുന്നത്. നൈജീരിയയിലെ ക്രൈസ്തവരെ ഉന്മൂലനാശം വരുത്താനായിട്ട് അവിടുത്തെ തീവ്രവാദികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും അവിടെ മരിച്ചു വീഴുന്ന ജീവനുകളെക്കുറിച്ച് വിലപിക്കുവാനോ അവരുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുവാനോ അതിനെ ചർച്ചയാക്കുവാനോ ലോകം ശ്രമിക്കാറില്ല എന്ന് പറയുന്നതാണ് വാസ്തവം. നമുക്കറിയാം, ഇന്ന് UNO എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടന പാലസ്തീനിലെ കുഞ്ഞുങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവിടെ മരിച്ചു വീഴുന്ന സ്ത്രീകളെക്കുറിച്ചും മറ്റ് ജീവനുകളെക്കുറിച്ചും വിലപിക്കുന്നവരാണ്, ശരി. പക്ഷേ അത് വിലപിച്ചു. പക്ഷേ അതോടൊപ്പം തന്നെ അവർ കാണേണ്ടതായിരിക്കുന്ന ഒന്നുണ്ട്. ഈ നൈജീരിയയിൽ മരിച്ചു വീഴുന്നതായിരിക്കുന്ന ജീവനുകൾ, അവിടെ പൊലിയുന്നതായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവനുകൾ, അത് പലപ്പോഴും കാണാതെ പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിരിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ നിന്ന് വരുന്നതായിരിക്കുന്ന ലേറ്റസ്റ്റ് വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൈജീരിയയിലെ ശവസംസ്കാര ചടങ്ങിൽ നിന്നുകൊണ്ടൊരു പാസ്റ്റർ പ്രസംഗിക്കുകയാണ്. ക്രിസ്ത്യൻസ് ആയിരുന്നവരെ കൂട്ടക്കൊല ചെയ്തിട്ട് അവരുടെ മൃതദേഹം വലിയൊരു കുഴി കുത്തിയിട്ട് അതിൽ വെച്ച് മൂടാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ലോകം ഞങ്ങളെ കാണണം എന്നുള്ളതാണ്. ഞങ്ങളിവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഞങ്ങൾ കൊല ചെയ്യപ്പെടുന്നു. ഇവിടെ ഞങ്ങൾ ഉന്മൂലനാശത്തിന് വംശഹത്യയ്ക്ക് ഇരയായിത്തീരുന്നു. അതുപോലെ തന്നെ UN എല്ലാം കാണാൻ UN എന്തുണ്ട്? കണ്ണുണ്ട്. ഈ കണ്ണ് ഇത് കാണണമെന്നുള്ളതാണ് ഇദ്ദേഹം പ്രസംഗിക്കും. അദ്ദേഹം പറയുന്ന കാര്യം, UN ഇത് കേൾക്കുന്നു, എന്നെ കേൾക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നിർത്തണം. ഇതിനെ നിർത്തൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനോട് പറയണ, ഈ നൈജീരിയയിലെ ക്രിസ്ത്യൻസിനെ ഇങ്ങനെ കൊന്നു മുടിക്കുന്നത് ഇല്ലാതാക്കാനായിട്ട് ഇടപെടണം, ലോകം ഇടപെടണം എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അങ്ങനെ പൊട്ടി അദ്ദേഹം പ്രസംഗിക്കുന്നതായിരിക്കുന്നതായ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലോകമെമ്പാടും വൈറലാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. തീവ്രവാദികൾ രാവിൻ്റെ മറവിൽ ബൈക്കിലും മറ്റുമൊക്കെ വന്നിട്ട് AK-47 പോലുള്ള വലിയ തോക്കുകൾ കൊണ്ടുവന്നിട്ട് ഈ പാവങ്ങളായിരിക്കുന്ന ഗ്രാമീണരെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കുന്ന അവസ്ഥ, അത് എത്രയോ സങ്കടകരമായിരിക്കുന്ന ഒന്നാണെന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതിയാവും.